Welcome back to yet another episode of Luther and Ismail. മെയ് 6 രാത്രി 2:30 ഇതെന്നുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻസിഡൻറ്റ് നടക്കുന്നതും ജസ്റ്റ് ഒരു 3 ദിവസം പുറകെ മെയ് 9 ഇതേപോലെ അർദ്ധരാത്രി സമയത്താണ്. അത് എന്താണ് ഇൻസിഡൻറ്റ് എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് അത് കഴിഞ്ഞ് ഇച്ചിരി കൂടി നേരം കഴിഞ്ഞിട്ട് ഒരു മെയ് 3 മോർണിംഗ് ഒക്കെ ആയ സമയത്ത് നടന്നൊരു ഇൻസിഡൻറ്റാണ്. എന്താ പറയുക, നമ്മുടെ ഒട്ടുമിക്ക ന്യൂസ് ചാനലുകളിലും വന്നിരുന്നൊരു വാർത്ത, പനമ്പള്ളി നഗർ എറണാകുളത്ത് ഒരു കൊച്ചിന് കിട്ടി, ഒരു ന്യൂ ബോൺ ബോഡി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിനപ്പുറത്തോട്ട് അത് ആര് ചെയ്തു, എന്ത് ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ ആരറിഞ്ഞിട്ടായിരുന്നു എന്നോ ഒന്നും പറഞ്ഞില്ല. ഒരു പ്ലാസ്റ്റിക് കവറിൽ ഒരു കൊച്ചു. ഞാൻ അതിൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അത് ഞാനായിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളല്ല. ഹിന്ദു അറിയാമല്ലോ, അത്യാവശ്യം റിലയബിളായ ഒരു മീഡിയയാണ്. അവരെ ഉദ്ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരെ ആർട്ടിക്കിൾ ബേസ്ഡ് ആയിട്ടാണ്. ഏതായാലും സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആര് കൊന്നു അല്ലെങ്കിൽ എന്തിനു കൊന്നു എന്നുള്ളൊരു ടോപ്പിക്ക് വരുമ്പോൾ ആര് എന്ന് പറഞ്ഞാൽ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഒരു 23 വയസ്സുകാരി ആണ് ഈ കൊച്ചിന് ജന്മം നൽകിയതും ആ കൊച്ചിനെ തന്നെ കൊന്നതും. മെയ് 3 വെളുപ്പിന് അല്ലെങ്കിൽ അർദ്ധരാത്രി സമയത്താണ് കൊച്ച് സ്വന്തമായിട്ട് പ്രസവിച്ചതും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇൻസിഡൻസൊക്കെ ഉണ്ടായത്. ആ ഒരു ഷോക്കിലാണ് ഇതൊക്കെ ഉണ്ടായതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇപ്പം കറൻ്റ്ലി എന്തൊക്കെയാണ് പിള്ളേർ നടന്നതെന്നോ അല്ലെങ്കിൽ FIR എന്നൊന്നും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. കാരണം ആ കൊച്ചിപ്പം എന്താ പറയുക, ഒരു മോണിറ്ററിങ്ങിലാണ്. ഒരു ബർത്ത് കൊടുത്തൊരാൾ സ്ട്രെയിനും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു ഒബ്സർവേഷനിലാണ് ഈ ജനറൽ ഹോസ്പിറ്റലിൽ. അവിടുന്ന് ഐ തിങ്ക് മജിസ്ട്രേറ്റ് മൊഴിയൊക്കെ രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അതിലാണ് ഈ കൊച്ചിനെ കൊന്നത് ഈ പുള്ളിക്കാരി തന്നെയാണെന്നും അത് പ്ലാസ്റ്റിക് കവറിലാണെന്നും അത് വെച്ച് ആ കൊച്ചിൻ്റെ അത് പറഞ്ഞ ശബ്ദം, ഒരു ന്യൂബോൺ ആളാണോ എന്നൊരു ശബ്ദം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനു വേണ്ടി വായലെന്തോ ശീലയോ എന്തോ വെച്ചു എന്ന് പറഞ്ഞപ്പെടുന്നതും അതല്ല. അതിൻ്റെ അപ്പുറത്തോട്ട് എന്നെ ലൈക്ക് ഷോക്കിംഗ് എന്ന് പറയുന്നില്ല, എന്നാലും തിങ്ക് ചെയ്ത് അല്ലെങ്കിൽ ആണെങ്കിൽ ഒരു ഷോക്കിംഗ് കൈൻഡ് ഓഫ് തിങ്സ് എന്ന് വെച്ചാൽ 2 സിനാരിയോ കൂടി ഇതിനൊപ്പം ഉണ്ട്. ഈ കൊച്ച് ബർത്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ വെളുപ്പിനെ ആയിരുന്നു. എക്സാക്ട്ലി സമയം ചോദിക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 5 മണി സമയത്തായിരുന്നു ഓൺ ഹെർ ബാത്റൂം. എന്നിട്ടാണ് കൊച്ചിനെ എന്താ പറയുക മരിച്ച് 3 മണിക്കൂർ ശേഷം പ്ലാസ്റ്റിക് കവറായിട്ട് പുറത്തോട്ട് ഇടുന്നതും. പിന്നെ പോലീസ് അവിടെ മുഴുവൻ അന്വേഷിച്ചപ്പം ലൈക്ക് ബാത്റൂമിൽ നിന്ന് ഒരു ബ്ലഡ് സ്റ്റെയിനാണ് കിട്ടിയതും. അവർ കുറേ അത് കഴുകി കളയാനൊക്കെ നോക്കിയിട്ട് അതും അവസാനം പിടിക്കപ്പെട്ടു. നല്ല മരിച്ചിട്ട് റിമാൻഡ് വന്നതും അങ്ങനെയൊക്കെ ആയിട്ട് സിനാരിയോ ആണ്. ഇവിടെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇൻഫാക്ട് ഇത്രയും ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ടും ഹെർ പാരൻസ്, ഐ തിങ്ക് മദർ ആൻഡ് ഫാദർ ആണെന്ന് തോന്നുന്നു, ഐ ഡോണ്ട് നോ, അവർ പോലും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു 9 മാസം അല്ലെങ്കിൽ ഏർലി ബർത്താണോ ആയിട്ടൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പം ഐ ഡോണ്ട് നോ, ഈ കൊച്ചിന് അവർ ഇത്രയും ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അവർ തമ്മിൽ ഈവൻ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും ഒരു ഡെയിലി കാണുന്ന ഒരാളല്ലേ. അപ്പം നാട്ടുകാർ അല്ലെങ്കിൽ അങ്ങനത്തെ ടീംസ് അല്ലെങ്കിൽ ബാക്കിയുള്ള അപ്പുറത്തൊട്ടുണ്ട് വീട്ടിൽ വാസ് എന്തുകൊണ്ടായിരുന്നില്ല. ഈവൻ പോലീസ് വാസ് കൺവിൻസ്ഡ് ഓൺ ദെയർ വരെ പാരൻസ് പറഞ്ഞ മൊഴിയിലോ അവർ കുഴപ്പമില്ല, അല്ലെങ്കിൽ അവർ അംഗീകരിച്ചിട്ടുണ്ട്. പാരൻസ് അതിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് അല്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരി എന്താ പറയുക റേപ്പ് ചെയ്ത പുള്ളിക്കാരിയാണ്. എന്നിട്ടാണ് ഈ ഒരു ബർത്ത് വന്നത്. അപ്പം പലരും ചൂണ്ടിക്കാണിക്കുന്നൊരു പരിപാടിയുണ്ട്, ഈ ഫോൺ വന്നതിന് ശേഷമാണ് ലൈക്ക് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ആൾ റേപ്പ് ചെയ്ത ആൾ അവരെ പരിചയപ്പെടുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഡാൻസർ അങ്ങനെ എന്തൊരു കൈൻഡ് ഓഫ് ആളാണ്, ലൈക്ക് അങ്ങനെ പരിചയപ്പെട്ടു, ഇങ്ങനെ വന്നു, ഇങ്ങനെ സിനാരിയോ ആയിരുന്നാണ്. ഞാൻ ആയ പാരൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അവരൊക്കെ അപ്പുറത്തോട്ട് ഹർ തിങ്ക് ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഒരു ബർത്ത് കൊടുക്കുന്നത് ഒരു ഇഷ്യൂ ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒരാളോട് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഒരാളോട് ജീവിക്കുന്നത് അതൊരു ഇഷ്യൂ ആണെന്ന് പറയുന്നില്ല. ഇപ്പോൾ നമ്മളെ വീട്ടുകാർ അത്രയും കൺസേൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ഒരിക്കലും ജന്മം കൊടുത്തിട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും കൊല്ലതായിരുന്നു. ആ ഒരു സമയത്ത് ചിന്തിച്ചതായിരിക്കാം, അയ്യോ എൻ്റെ വീട്ടുകാർ ഈ റിലേഷൻ വീട്ടുകാർ അറിയല്ലോ,
അല്ലെങ്കിൽ ലൈക്ക് എന്താ പറയുക ഇവളെ അല്ലെങ്കിൽ ഈ കൊച്ചിന് ഉണ്ടായാൽ അത് ഇപ്പം കൊച്ചാരാ അല്ലെങ്കിൽ അങ്ങനെ പല ഇൻസിഡൻസും ബാക്കി നാട്ടുകാർ ചോദിക്കുമ്പോൾ എൻ്റെ പാരൻസ് എന്ത് പറയും, എൻ്റെ പാരൻസ് നാണക്കേടുമല്ലോ എന്നൊക്കെ തിങ്ക് ചെയ്ത് ആ ഒരു സിനാരിയോയിലല്ല ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിലും ഫ്രീ ടോക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ പടത്തിൻ്റെ പേര് അവന്മാരെയൊക്കെ ഓർക്കുന്നില്ല. ഇറ്റ്സ് നോട്ട് എ കൈൻഡ് ഓഫ് പടം, പക്ഷേ ഒരു ഡോക്യുമെൻ്ററി പോലത്തെ സംഭവമാണ്. അയ്യോ ശരി, എനിക്ക് നെയിം ഓർമ്മയില്ല. അനാർക്കലി മരക്കാരൊക്കെ മെയിനായിട്ട് ഒരു റോളുള്ളൊരു പടമാണ്. ലൈക്ക് അതിൽ ഒരുപാട് കഥകളുണ്ട്. അതിലൊരു കഥ ആയിട്ട് പറയുന്നത് ലൈക്ക് ഇതേപോലത്തെ ഒരു കേസിൽ ലൈക്ക് വീട്ടുകാരത് ഒളിപ്പിച്ച് വെച്ച് ലൈക്ക് കൊച്ചിനങ്ങനെ മേ ബി അങ്ങനത്തെ മൈൻഡ് ഓഫ് തിങ്സ് ആയിരിക്കും പലർക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഈ പാരൻസ് ആണെങ്കിൽ ഈവൻ ആക്സെപ്റ്റ് ചെയ്താലും ആ ഒരു കൊച്ചിനെ ഒരു പുറം ലോകം അതായത് ഈ ഉണ്ടായ ന്യൂ ബോണിനെ അങ്ങനെ പുറത്തോട്ട് കാണിക്കുകയോ അല്ലെങ്കിൽ ലൈക്ക് ഒരു രണ്ടാം തരം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആണ് എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. ബട്ട് അതിനെ നിങ്ങളോട് പലരോടും ചോദിക്കാനുള്ളത് പല സമയത്തും ലൈഫിൽ ഇതേപോലത്തെ ലൈക്ക് ഒരു ക്രൈം അങ്ങനെ ഒരു മൈൻഡിലോട്ടാണെങ്കിലും അങ്ങനത്തെ ഒരു സിനാരി ആണെങ്കിലും അതല്ലാതെ പലപ്പോഴും പല ഡിസിഷൻസിൽ നമ്മൾ ഫെയിലറാണ് അല്ലെങ്കിൽ അതങ്ങനെ എടുക്കേണ്ടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അപ്പുറത്തോട്ട് ലൈക്ക് എന്താ പറയുക ഇങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് വരുമല്ലോ. നമ്മൾ തന്നെ ഡബിൾ മൈൻഡ് ചെയ്യുന്നവർ. അപ്പം എനിക്ക് നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾ സ്പോട്ടിഫൈയിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു, നിങ്ങളാരും കണ്ടില്ല. ഏതായാലും നിങ്ങൾ യൂട്യൂബിലാണെങ്കിലും ഫുള്ളായിട്ട് കേൾക്കുക. ഇത് അല്ലാതെ അടിപൊളിയാണോ അല്ലെങ്കിൽ നൈസാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ടോപ്പിക്ക് വേണം അല്ല അതാണ് ഇതാണെന്നൊക്കെ വീന്നോ, അതുകൊണ്ടാണ് നമ്മൾ ടോക്ക് ചെയ്യുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ തിങ്ക് ഈ ഒരു ഇപ്പോൾ ഇങ്ങനെ സ്റ്റോറി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം പറയുകയാണെങ്കിലൊക്കെ അതിൽ ഇൻഫ്ലുവൻസ്ഡ് അല്ലെങ്കിൽ അതിൽ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് അപ്പോൾ തൊട്ട് നമ്മൾ അവെയർ ആവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കമൻസ് ഇടുക എന്നല്ലാതെ ചുമ്മാ ലൈക്ക് പ്രശംസ നല്ലതാണ്, പക്ഷെ അതൊരിക്കലും ഐ തിങ്ക് നമ്മൾ അഹങ്കാരിയാക്കുകയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഏതായാലും എനിക്ക് വലുതായിട്ട് അഹങ്കരിക്കാനൊന്നുമില്ല. ആളുകൾ നോക്കില്ല, സബ്സ്ക്രൈബേഴ്സും കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ കുറേ ആൾക്കാർ കേൾക്കുന്നുണ്ട്, കുറേ ആൾക്കാർ ഓദിക്ക് കേൾക്കുന്നുണ്ട്, കുറേ ആൾക്കാർ കളിയാക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയില്ലേ എനിക്കാണെങ്കിലും അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക എനിക്ക് ഇല്ലേ ഞാൻ ഇത്ര കാലമായിട്ട് വീഡിയോ ഇടുന്നുണ്ട്, എന്നെ ആരും നോക്കുന്നില്ലേ, എൻ്റെ സൗണ്ട് എന്തെങ്കിലും പറ്റായാണോ, എൻ്റെ ഭാഷ പറ്റായാണോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേണോ എന്ന് ചിന്തിച്ചു കൂട്ടാം. ഞാൻ പറയില്ലേ എനിക്ക് സീസൺ 4 നല്ല അടിപൊളിയായി സെറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതിന് കുറച്ചും കൂടി എന്താ പറയുക ടൈം ആൻഡ് മൈൻഡ് ഇൻവെസ്റ്റ് ആണ്. അതെനിക്കിപ്പം കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. അതിനാകുമ്പോൾ സെറ്റ് ചെയ്യും. അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്താ പറയുക അതൊക്കെ ബോണസാന്ന് അറിയില്ലെങ്കിലും ഇതിലും ഹാർഡ് വർക്ക് തന്നെ പറയില്ല. രാത്രി സമയത്താണെങ്കിലും റെക്കോർഡ് ചെയ്തിട്ട് അതിന് എഡിറ്റ് ചെയ്യലും ഇറ്റ് വാസ് നോട്ട് നോർമൽ തിങ്, ഇറ്റ്സ് നോട്ട് സിമ്പിൾ തിങ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ലൈക്ക് എന്താ പറയുക അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന കാര്യം എന്ന് വെച്ചാൽ ഈ 2 ഡിസിഷൻസിലോട്ടൊക്കെ എത്തുമ്പം ഐ തിങ്ക് അത് പൊതുവായ ശരി ഇല്ലെങ്കിൽ ആ ഒരു സീനാരിയുടെ ശരി എന്നൊരു മീനിങ് വരികയാണെങ്കിൽ ലൈക്ക് ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഒരു തെറ്റ് ചെയ്തു, അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പം നിൽക്കുമോ അല്ലെങ്കിൽ ആ ഒരു തെറ്റിന് ശരിയായിട്ട് നിൽക്കുമോ ഐ ഡോണ്ട് നോ. അപ്പം അങ്ങനത്തെ പല ഡിസിഷൻസിൻ്റെ കാര്യത്തിലാണ് ഞാൻ ഇത് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഞാനിത് പറയുന്നത്. അപ്പം നിങ്ങളത് എന്ത് ചെയ്യും? അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഫ്രണ്ടിനായിട്ട് ഇഷ്യൂ വന്നു അല്ലെങ്കിൽ ഒരു പൊതുവായൊരു ഇഷ്യൂ, അതായത് ഇഷ്യൂ ബേസ്ഡ് ഒരു ശരിയുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളൊരു ഓർഗനൈസേഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ പൊതുവായൊരു ശരി അതായത് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് നിങ്ങളാ തെറ്റിനെ ഐ ഡോണ്ട് നോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ള ഒരു കമൻ്റ് ആയിട്ടുണ്ട്. അതായത് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് വരുന്നൊരു എപ്പിസോഡാണ് ഇത്രയും കേട്ടതിന് താങ്ക്സ്. ഏതായാലും നമ്മൾ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ചെറിയ പോഡ്കാസ്റ്റുകളൊക്കെ ചിലപ്പോൾ ഇടുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സീസൺ 4 എത്തുമായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.